നമ്മൾ കിൻപോഷന്റെ 7ാമത്തെ എപ്പിസോഡാണ് ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് കിന്നിന് ആ ഒരു വെടി കൊള്ളുന്നായിരുന്നല്ലോ കണ്ടത്. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തില് പീറ്റർ ഒരു കസിനോയിൽ നിന്ന് ബെറ്റ് വെച്ച് ഗാംബ്ലിംഗ് കളിച്ചോണ്ടിരിക്കാണ്. തൊട്ടടുത്ത് തന്നെ നിന്ന് അത് നോക്കി പോഷയെ നിൽക്കുന്നുണ്ട്. അവിടെ തന്നെ നമ്മുടെ മുടിയനും ഉണ്ട്. പക്ഷെ നമ്മുടെ പയ്യന്മാരിവിടെ ഗാംബ്ലിംഗ് കളിക്കാനോ അല്ലെങ്കിൽ ആഘോഷിക്കാനോ വന്നതല്ല, അണ്ടർ കവർ ഓപ്പറേഷൻ ആണ്. കിന്നിങ്ങനെ ഇൻജോർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ബാക്കി ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരിവർക്ക് നേരെ റിബൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാരാണെന്ന് കണ്ടുപിടിക്കാണ് ഇവരുടെ ലക്ഷ്യം. കറക്റ്റ് ആയിട്ട് ഇതാരാണ് ചെയ്യുന്നതെന്ന് അറിയില്ലെങ്കിലും ഡോൺ എന്ന് പറയുന്ന ഒരാളാവാനാണ് ചാൻസ് എന്നാണ് നമ്മുടെ മെയിൻ ഹെഡ് ബോഡി ഗാർഡ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പയ്യന്മാരിവിടെ വന്നിട്ട് ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള കണ്ടാൽ തന്നെ ഒരു ചാര ലുക്കുള്ള ഒരാളെ ആ ഒരു സസ്പീഷ്യസ് ലുക്ക് വെച്ചിട്ട് നമ്മുടെ മുടിയൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടാർഗറ്റിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പം പോഷയും മേലേക്ക് ഇരുന്നുണ്ട്. അങ്ങനെ ഇവര് അയാളെ പിടിച്ചിട്ട് പോഷ അയാളുടെ എയർപോർട്ട് എടുത്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോട്ട് അങ്ങേരുടെ വൈഫ് വീണ്ടും വീണ്ടും ഇങ്ങനെ ഗാംബ്ലിംഗ് കളിക്കാൻ വന്നേന് ചെവി പൊട്ട് നടക്ക് പൂരം വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കാണ്. അങ്ങനെ അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞാൽ അയാളുടെ അടുത്ത് സോറിയും ചോദിച്ച് പറഞ്ഞു വിട്ട് നേരെ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഒരാൾ അവിടെ ഗ്രനേഡും പിടിച്ചു വെക്കുന്നു. അയാളും പോഷയും തമ്മിൽ അടിയാവുന്നുണ്ട്. അങ്ങനെ അയാളുടെ ബാക്കിയുള്ള ആൾക്കാരും നമ്മുടെ പയ്യന്മാരും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടി നടക്കുവാണ്. അയാളാണെങ്കിൽ ഗ്രനേഡ് അവിടെ ഇട്ട് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്, ഇവരാണെങ്കിൽ അത് തടയാനും. ഇതിന്റെ ഇടയ്ക്ക് ആ ഒരു ഗ്രനേഡ് നമ്മുടെ പീറ്റിന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. അവൻ അതിനെ കയ്യിൽ വെക്കാൻ നോക്കുമ്പോൾ മറ്റേ അത് പിടിച്ച് എറിയാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു വിധത്തില് അയാൾ അതെടുത്തിട്ട് എറിയുന്നുണ്ട്. ജീവൻ പോകുന്ന കേസല്ലേ, നമ്മുടെ പയ്യന്മാരും പേടിച്ച് നിൽക്കുവാണ്. അയാളാണെങ്കിൽ അവിടുന്ന് ഓടുകയും ചെയ്യുന്നു. നമ്മുടെ പയ്യന്മാര് ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്തേക്ക് എല്ലാവരുടെ അടുത്തും കടക്കാൻ പറഞ്ഞിട്ട് കടക്കാണ്. നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞിട്ടും ബോംബ് അങ്ങ് പൊട്ടുന്നില്ല. ഡേ ഈ ഗ്രനേഡ് എന്റെ അടുത്താണ് ആരെങ്കിലും വന്ന് മേടിക്കുന്നത്. അവിടെ ഒരാൾ ഇറന്ന് ഒച്ച എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ പയ്യന്മാരെ നേരത്തെ ഓടി ആളുടെ പുറകെ പോവാണ്. ഈ ബോംബിന്റെ കാര്യമൊക്കെ കൊണ്ട് കസിനോയിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തിരക്ക് പിടിച്ച് പുറത്തേക്ക് വേണ്ടി നിൽക്കാണ്. അവരെയൊക്കെ തട്ടിമാറ്റി ആളാണെങ്കിൽ നേരെ പോവാൻ നിൽക്കുന്ന സമയത്ത് ആരോ പുറത്തു നിന്ന് ഒറ്റ ചവിട്ട് കൊടുക്കാണ്. നോക്കുമ്പോൾ അത് നമ്മുടെ വേഗാസ് ആണ്. ആളിങ്ങനെ ഒരു മാസ് എൻട്രി ഒക്കെ കൊടുത്തെങ്കിലും ഇവനെ ആരെയും ഇപ്പൊ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചെന്നുള്ള രീതിക്കാണ് നമ്മുടെ പയ്യന്മാരവിടെ നിൽക്കുന്നത്. അങ്ങനെ എന്തായാലും അടുത്ത സീനില് ആ പിടിച്ച ആളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കാണ്. ആ സമയത്ത് നമ്മുടെ കിന്ന് വിളിച്ചിട്ട് പോഷന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അയാൾ എന്തെങ്കിലും പറഞ്ഞോന്ന് ഇതുവരേക്കും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അയാളുടെ കയ്യിലുള്ള ടാറ്റി വെച്ചിട്ട് ഡോണിന്റെ ആളാണെന്നാണ് തോന്നുന്നത്. പോയിട്ട് ഡോണിനെ പൊക്കിയിട്ട് വരട്ടെ എന്ന് ചോദിക്കാണ്. അതിന് അങ്ങേരുള്ള സ്ഥലം നിനക്ക് അറിയാവോന്ന് കിന്ന്. അങ്ങേര് വീട്ടിലുണ്ടാവുമല്ലോ എന്ന് പോഷെ. ഇങ്ങനത്തെ ഗ്യാങ് ലീഡേഴ്സിന്റെ വീട് ആർക്കും അറിയത്തില്ല. പിന്നെ അഥവാ അങ്ങനെ കാണണമെങ്കിൽ വല്ല അപ്പോയിന്റ്മെന്റിനും പുറത്തു വരുമ്പോഴേ പറ്റുള്ളൂ എന്ന് കിന്ന്. നീ ഇപ്പൊ ആകെപ്പാടെ ചെയ്യാനുള്ളത് ഇയാളെ കൊണ്ട് ഡോണിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അത് ചെയ്യുന്ന കിന്ന്. എന്നിട്ട് ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ടാണ് കോള് വെക്കുന്നത്. ഇങ്ങേരെ കൊണ്ട് ഇത് എങ്ങനെ പറയിപ്പിക്കാനാ? എത്രയോ അടിയാ നമ്മുടെ പയ്യന്മാരെ കൊടുത്തിട്ടും ഒരു വാക്ക് വാ തുറന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ കൂടുതൽ അടിച്ചാൽ അങ്ങേരി ചത്തുവെന്നും പറഞ്ഞ് പീറ്റാണ് അടി നിർത്തിക്കുന്നത്. ഈ സമയത്ത് വേഗാസ് ആണെങ്കിൽ ഇതൊന്നും അടിപൊളിയാവത്തില്ല, എനിക്ക് എന്റേതായ മെത്തേഡ് ഉണ്ട്, കുറച്ചേരത്തേക്ക് നിങ്ങൾ പുറത്ത് നിന്നോളാനും പറഞ്ഞ് ഒരു സൂട്ട് കേസ് ഓപ്പൺ ആക്കുവാണ്. അതിലൊരു റെയിൻ കോട്ടും ഉണ്ട്, അതേപോലെ പ്ലെയർ പോലെയുള്ള കുറെ എക്യുപ്മെന്റ്സും ഉണ്ട്. നമ്മുടെ പയ്യന്മാരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. വേഗാസ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങേരിട്ട് കുടുംബപ്പെടുത്തുന്നുണ്ട്. കുറച്ച് കഴിയുമ്പം വേഗാസിന്റെ ആ ഒരു റെയിൻ കോട്ടില് മൊത്തത്തില് ബ്ലഡ് ആണ്. പോരാണ്ട് കയ്യില് എന്തോ ഒരു സംഭവം ഉണ്ട്. വല്ല നഖമാണോ ഇനിയിപ്പോ നല്ല ബുള്ളറ്റ് ആണോ അറിയത്തില്ല. വേഗാസിന്റെ കാര്യമായോണ്ട് എന്തിനും ചാൻസ് ഉണ്ട്. അതും എടുത്തോണ്ട് വന്നിട്ട് അവൻ സംസാരിച്ചു എന്ന് നമ്മുടെ പയ്യന്മാരുടെ അടുത്ത് പറയാണ്. ഇവന്മാരൊക്കെ ആണെങ്കിൽ ലേശം പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ എന്തോ ഐറ്റം ആണോ എന്നുള്ള രീതിക്ക്. മൈനർ ഫാമിലിയും മേജർ ഫാമിലിയും തമ്മിൽ മീറ്റിംഗ് വെക്കാറുണ്ടല്ലോ, അതേ കണക്കൊരു മീറ്റിംഗ് ആണ് അടുത്ത സീനിലാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ കിന്നെ വയ്യാത്തോണ്ട് തന്നെ വീഡിയോ കോളിലാണ് ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കിന്നിനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെട്ടില്ല വേഗാസ് ഈ ഒരു കാര്യത്തില് ഇടപെട്ടത്. എന്തൊക്കെയായാലും നമ്മളൊരു ഫാമിലി അല്ലേ, പിന്നെ വേഗാസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടിയത്. നിനക്ക് വയ്യാത്തോണ്ട് നീ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത് എന്നൊക്കെയാണ് വേഗാസിന്റെ അച്ഛൻ കിന്നിന്റെ അടുത്ത് പറയുന്നത്. തൽക്കാലം നീ ഇതിലേക്ക് ഇടപെടണ്ടെന്ന് പറയാണെന്ന് സാരം. ഡോൺ എവിടെയാണ് ഉള്ളത് എന്നുള്ള വിവരമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഡോൺ വലിയൊരു ഡ്രഗ് ഡീലിങ് നടത്തുന്നുണ്ട് ബിങ് ബാങ്ങുമായിട്ട്. പക്ഷേ ബിങ് ബാങ്ങിനെ കണ്ടുപിടിക്കാന്നുള്ളത് മേജർ ഫാമിലിക്ക്, അതായത് നമ്മുടെ കിന്നിന്റെ ഫാമിലിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്നും ഞങ്ങൾക്ക് വലിയ സീനില്ല, ഈ ഒരു കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാന്നാണ് വേഗാസിന്റെ അച്ഛൻ പറയുന്നത്. വേഗാസും പറയുന്നുണ്ട് തന്റെ അടുത്തൊരു പ്ലാൻ ഉണ്ട്, പക്ഷെ അതിന് ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന്. ചോദിക്കുന്ന വേറൊന്നല്ല, നമ്മുടെ പോഷേനെയാണ്. അടുത്ത സീനില് പോഷയും കിന്നും കൂടെ സംസാരിക്കുവാണ്. ഈ വേഗാസ് എന്തിനാണ് തന്നെ വേണമെന്ന് പറയുന്നതെന്ന് പോഷയ്ക്ക് മനസ്സിലാവുന്നില്ല. കിന്ന് പറയുന്നുണ്ട് മേജർ ഫാമിലിന്നും മൈനർ ഫാമിലിന്നും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നതെന്ന്. അതായത് കോമ്പറ്റീഷൻസ് ആണ് ഇവരെ സ്ട്രോങ് ആക്കുക. ഇപ്പൊ ഈ ഒരു മിഷനില് മൈനർ ഫാമിലിയാണ് ജയിക്കുന്നതെങ്കിൽ കിന്ന് ഒരു ലൂസറായിട്ട് പ്രഖ്യാപിക്കപ്പെടും. പക്ഷെ ഈ ഒരു മിഷൻ അവര് സക്സസ്ഫുൾ ആക്കിയിട്ടില്ലെങ്കിൽ
പോഷയ്ക്ക് ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് മൈനർ ഫാമിലി ഒരു മിഷനിൽ ജയിക്കണമെന്ന് കിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കിന്നിന് പോഷനെ വിടാൻ താല്പര്യമില്ലെങ്കിലും അച്ഛൻ പറയുമ്പം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് കിന്ന് പറയുമ്പം പോഷയും അത് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുവാണ്. അടുത്ത സീനില് പോഷ വേഗാസിന്റെ അടുത്തേക്ക് വരാണ്. വേഗാസ് ആണെങ്കിൽ പോഷനെ കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പോഷനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുറത്ത് വന്ന് നിൽക്കുന്നതെന്ന് പറയുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു, എൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാണ്. നോക്കുമ്പോ അങ്ങോട്ടേക്ക് പീറ്റും നമ്മുടെ കണ്ണാടിയും വരുന്നുണ്ട്. പോഷനെ മാത്രമാണ് വേഗാസ് ആഗ്രഹിച്ചത്. എന്നാലും പയ്യന്മാരുള്ളതിൽ കുഴപ്പമൊന്നുമില്ല, എന്തായാലും അവരകത്തേക്ക് പോകുന്നുണ്ട്. ഒരു മാർക്കറ്റ് പോലെയുള്ള സ്ഥലത്ത് കൂടിയാണ് അകത്തേക്ക് പോകുന്നത്. ഈ പോകുന്നതിന്റെ ഇടയ്ക്ക് പോർക്കൊക്കെ ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പയ്യന്മാരാണെങ്കിൽ അത് നോക്കിക്കുമ്പം പറയാ പോലും ചെയ്യാണ്ട് വേഗാസ് അത് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് പോകുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ ആൾക്കാരും വേഗാസിന്റെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട് വളരെ ബഹുമാനത്തോടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. വേഗാസ് ആണെങ്കിലും ചിരിച്ചൊക്കെ തന്നെയാണ് അവരുടെ അടുത്ത് സംസാരിക്കുന്നതും. ഇവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം വേഗാസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോന്ന്. ഉണ്ടെന്ന് അപ്പാടെ തന്നെ നമ്മുടെ കണ്ണാടി പറയുമ്പം പീറ്റ് ഒരു കുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യം പറയാതെ എന്നുള്ള രീതിക്ക്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ എല്ലാരും കൂടെ കഴിക്കുന്ന സമയത്ത് കഴിച്ചോളാന്ന് പീറ്റ്. അവിടെ കിന്നിന്റെ വീട്ടില് അങ്ങനെ ഒരു സമ്പ്രദായമാണല്ലോ. പക്ഷെ വേഗാസ് ആണെങ്കിൽ കഴിക്കാൻ പോവാന്നും പറഞ്ഞ് ഇവരെയും കൂട്ടിയിട്ട് പോവാണ്. കുറേ നേരമായിട്ട് നടന്നിട്ടാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുന്നത്. നോക്കുമ്പോ അവിടെയും എല്ലാരും ഭയങ്കര കമ്പനി ആയിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അതും ബോഡി ഗാർഡ്സും അവരുടെ ഹെഡായിട്ടുള്ള നമ്മുടെ വേഗാസിന്റെ അച്ഛനും അനിയനും ഒക്കെ അവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ കിന്നിന്റെ ഫാമിലിയിലാണെങ്കിൽ ബോഡി ഗാർഡ്സ് വേറെ ആയിട്ടും അവര് വേറെ ആയിട്ടാണല്ലോ ഇരിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവർക്കത് വ്യത്യസ്തമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, കിന്നിന്റെ വീട്ടില് അധികം ഫുഡൊന്നും ഉണ്ടാവത്തില്ല. ആകെപ്പാടെ 3-4 പച്ചക്കറി ഉണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം വിഭവ സമൃദ്ധമായിട്ട് കുറെ ഇറച്ചി, മീന്, വൈന് എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങള് കഴിക്കാനുണ്ട്. എന്ത് വേണേലും കഴിച്ചോളാൻ വേഗാസും പറയുന്നുണ്ട്. വേഗാസ് കിന്നിന്റെ വീട്ടിൽ വന്നിട്ട് പോഷന്റെ കൂടെ ഫുഡ് കഴിച്ചായിരുന്നല്ലോ. ആ സമയത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിന്നിന്റെ അടുത്ത് നീ ഞങ്ങളെപ്പോലെയല്ലോ ബോഡി ഗാർഡ്സിനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ആ ഒരു വ്യത്യാസം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഭയങ്കര കമ്പനി ആയിട്ടൊക്കെയാണ് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത്. ഒരു ഫാമിലിനെ പോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പോഷയും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വേഗാസ് പറയുന്നത് അവര് അവരുടെ ജീവിതം പോലും ഞങ്ങൾക്ക് വേണ്ടി തരുന്നവരാണ്. അപ്പൊ ഇതൊന്നും ചെയ്തു കൊടുക്കുന്നത് മതിയാവത്തില്ല, ഇനിയും കൂടുതലായിട്ട് ചെയ്തു കൊടുക്കണം എന്നാണ്. ഇവിടെ നമ്മുടെ കണ്ണാടി നോക്കുമ്പം പീറ്റിന്റെ തൊട്ടപ്പുറത്തിരുന്ന് ഒരാള് പീറ്റിനെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കാണ്, ഒരുമാതിരി തിന്നുന്ന കണക്ക്. അപ്പൊ പീറ്റ് നോക്കുന്നുണ്ട്. സംഭവം ശരിയാണ്, അങ്ങേര് പീറ്റിനെ തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അങ്ങേരുടെ നോട്ടം കണ്ടിട്ടുണ്ടെങ്കില് പീറ്റിനെ തിന്നാനാണോ അതോ അങ്ങേരുടെ മുന്നിലിരിക്കുന്ന ഫുഡ് തിന്നാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് സംശയം തോന്നിപ്പോകും. ഇവിടെ നമ്മുടെ പോർച്ചെ ഉറങ്ങിക്കൊണ്ടിരിക്കാണ്. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. എടുത്തു നോക്കുമ്പോ കിം അടുത്ത ആഴ്ചയാണ് ഇവരുടെ പ്രാക്ടീസ് ഉള്ളത്, പക്ഷെ അത് ഇന്നത്തേക്ക് ആക്കാവോ എന്ന് ചോദിക്കുകയാണ്. എന്നാ പിന്നെ ഞാൻ റിഹേഴ്സൽ റൂമിലേക്ക് വരട്ടെ എന്ന് പോർച്ചെ. വേണ്ട, നമുക്ക് നിന്റെ വീട്ടിൽ നിന്ന് പഠിക്കാമെന്ന് കിം. അപ്പോഴാണ് നമ്മുടെ പോർച്ചെ നന്നായിട്ടൊന്ന് വീട് നോക്കുമ്പോ നമ്മളെ കണക്കൊക്കെ തന്നെ വീട് മൊത്തത്തില് മെസ്സി ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അത് വൃത്തിയാക്കിക്കൊണ്ട് കിമ്മിന്റെ അടുത്ത് പറയുന്നുണ്ട്, അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, ഇവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറയുവാണ്. ഓ അങ്ങനെയാണോ? പക്ഷെ ഞാൻ നിന്റെ വീടിന്റെ മുന്നിലുണ്ടല്ലോ, വേണമെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം അത് വൃത്തിയാക്കാനെന്ന് പറയാണ്. അപ്പോഴാണ് നമ്മുടെ ചെക്കനെ നോക്കുമ്പോണ്ടേ കിം വീടിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നു. അതും ഇവനിങ്ങനെ വൃത്തിയാക്കുന്നത് നോക്കിക്കൊണ്ട്. അങ്ങനെ എന്തായാലും കിമ്മിനെ വീടിന്റെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. ഇവിടെ കിന്നിന്റെ അച്ഛൻ കിന്നിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ആ ഒരു ഫോറസ്റ്റ് എന്താ വന്നതിന് ശേഷം നിന്റെ കണ്ണ് വല്ലാണ്ട് മാറിയിട്ടുണ്ടെന്ന്. നിന്നെ ഇങ്ങനെ ലാസ്റ്റ് ഞാൻ കണ്ടത് ടവാനായിട്ട് ഡേറ്റ് ചെയ്തിരുന്നപ്പോഴാണെന്ന് അച്ഛൻ. ഒരു സ്റ്റോറി പറയുന്ന കണക്ക് ഇങ്ങനത്തെ സ്നേഹവും കാര്യങ്ങളൊക്കെ വേദനിപ്പിക്കുകയുള്ളൂ എന്നുള്ള രീതിക്ക് അച്ഛൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് വർക്ക് ശ്രദ്ധിക്കാൻ ഓക്കെ എന്നുള്ള രീതിക്കാണ് കിന്ന നിൽക്കുന്നത്. ഇവിടെ പോഷ നോക്കുമ്പം വേഗാസ് പുതിയതായിട്ട് മേടിച്ച ആ ഒരു ബൈക്ക് അവിടെയുണ്ട്. ഇവന്റെ ബൈക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നേരെ പോയിട്ട് അത് ചുറ്റി നടന്നിങ്ങനെ നോക്കി അതിലേക്കൊന്ന് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേഗാസിന്റെ അനിയൻ വരികയാണ്. അപ്പൊ അവിടെ പോഷ അത് പിന്നെ വേറൊന്നല്ല, അതിനെ കുറിച്ച് പൊടി ഉണ്ടായിരുന്നു, ഞാൻ തുടച്ചു കൊടുത്താണെന്നൊക്കെ പറയുന്ന സമയത്ത് ഒന്നും കുഴപ്പമില്ല, നീ അത് ഓടിച്ചാലും ഒരു കുഴപ്പമില്ല, നിനക്കത് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാന്ന് പറയാണ്. എന്നിട്ട് അന്ന് നടന്ന കാര്യത്തിന് അന്ന് ആ ഒരു പ്രശ്നത്തില് പോഷയ്ക്ക് പണിഷ്മെന്റ് കിട്ടാനുള്ള കാരണം ഇവനാണല്ലോ. അപ്പൊ ആ ഒരു കാര്യത്തിന് സോറി വയ്ക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചത് ശ്രദ്ധിച്ച് വേഗാസ് അവിടെ നിൽക്കുന്നുണ്ട്. ഇവനാണ് ആ പയ്യനെയും കൊണ്ട് സോറി പറയിപ്പിച്ചത്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഇതേ സമയത്ത് ഇവിടെ പോർച്ചെ കിമ്മിനെയും കൊണ്ട് വീടിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. വീട് ഭയങ്കര വൃത്തികേടായോണ്ട് അങ്ങനെ ഒരു കള്ളം പറഞ്ഞത് പോർച്ചെ
അതിന് മാത്രം വൃത്തിയേടൊന്നും ഇല്ലെന്നും പറഞ്ഞ് നേരെ നോക്കുന്നതാണെങ്കിൽ അവിടെ ഒരുമാതിരി കുപ്പ കൂട്ടി കണക്ക് കുറെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് അങ്ങോട്ടേക്കാണ്. അത് വേറെ നല്ല എൻ്റെ ചേട്ടന് നിനക്ക് വീട് വൃത്തിയായിട്ട് നോക്കാനേ അറിയത്തില്ലെന്നും പറഞ്ഞ് അത് നേരെ ഇവിടെ വരാറൂറില്ലാത്ത പോഷേന്റെ മണ്ടയിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന കിമ്മ് അവിടെ പോഷേന്റെ അമ്മേന്റെ അച്ഛൻ്റെയും ഫോട്ടോ കാണുവാണ്. എൻ്റെ ചെറുപ്പത്തിൽ അവരൊരു ആക്സിഡന്റിൽ മരിച്ചതാണെന്ന് പോർഷെ. അത് കഴിഞ്ഞിട്ട് കിമ്മ് നിനക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗിറ്റാറ് എടുത്തങ്ങ് കൊടുക്കുകയാണ്. അത് അവന് സ്വന്തമായിട്ടാണ് കൊടുക്കുന്നതെന്ന് അറിയുമ്പം ഇവന് ഭയങ്കര അത്ഭുതം. അത് നോക്കുമ്പോഴാണെങ്കിൽ ടോപ്പ് മോഡലായിട്ടുള്ള ഗിറ്റാറും. പക്ഷെ ഇത് വേണ്ടാന്നുള്ള രീതിക്ക് ഒരു മടിയും കൊണ്ട് അവൻ പറഞ്ഞു വരുമ്പോഴേക്കും നല്ല മോഡലുള്ള ഗിറ്റാർ ഉണ്ടെങ്കിൽ വിന്നിങ് ചാൻസും കൂടുതലാണെന്ന് കിമ്മ്. പക്ഷെ എന്നാലും അവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ബാത്റൂം എവിടെയാണെന്ന് കിമ്മ്. താഴത്തെ വർക്ക് ചെയ്യില്ല, മേലെ പോണെന്ന് പോർച്ചെ. ഓക്കെ എന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുന്ന കിമ്മിനെ വിളിച്ചു നിർത്തിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റഡ് ആയിട്ട് താങ്ക്സ് പറയുന്നുണ്ട്. അങ്ങനെ കിമ്മ് പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അത് പ്ലേ ചെയ്തോണ്ടിരിക്കാണ്. ഇതിന്റെ ഇടയ്ക്ക് എന്തോ കത്തിയിട്ട് അയ്യോന്നും പറഞ്ഞ് ഇറങ്ങി അങ്ങ് ഓടുന്നുണ്ട്. നേരെ മേലേക്ക് പോയി നോക്കുമ്പം കിം ഏതോ ഒരു ഡോർ ഓർക്കാൻ നിൽക്കുവാണ്. ഇതല്ല ബാത്റൂം, മേലാണെന്ന് പറഞ്ഞ് കിമ്മിനെ പറഞ്ഞു വിട്ടിട്ട് എന്തോ ഒരു കള്ളത്തരത്തില് ആ ഡോറങ്ങ് അടയ്ക്കുന്നുണ്ട്. അടുത്ത സീനില് കിമ്മ് പോർഷനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാണ്. ഈ സമയത്ത് കുറച്ച് പഠിപ്പിച്ചതിന് ശേഷം ചോദിക്കുന്നുണ്ട് നിനക്ക് വിശക്കുന്നുണ്ടോന്ന്. ശരിക്കും പറഞ്ഞാൽ ഇല്ലെന്ന് പോച്ചേ, പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് കിമ്മ്. സത്യം പറഞ്ഞാല് എനിക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പോർച്ചേ. സാധാരണയായിട്ട് ഫുഡ് മേടിക്കാറുള്ളത് അവിടെ തൊട്ടടുത്ത് തന്നെയാണ്, വരുന്നോന്ന് ചോദിക്കാണ്. ഇല്ലില്ല ഞാനിതൊക്കെ റെഡിയാക്കാം, നീ പോയി മേടിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് കിമ്മ്. അങ്ങനെ പോർച്ചെ പോയതും നേരെ പോകുന്നത് നേരത്തെ പോർച്ചയെ തുറക്കാൻ സമ്മതിക്കാത്ത ആ ഒരു റൂമിലേക്കാണ്. അത് പോർച്ചേന്റെ റൂമാണ്. അകത്ത് പോയി നോക്കുമ്പം അവിടെ ഒരു സ്ഥലത്ത് ഫുള്ള് കിമ്മിന്റെ സാധനങ്ങളാണ്. കിമ്മിന്റെ ഒരുപാട് ഫോട്ടോസ്, അതേപോലെ കിമ്മ് പോർച്ചേന്റെ മീത്ത് ആ സിഗ്നേച്ചർ ഇട്ട് കൊടുത്തായിരുന്നല്ലോ, ആ ഒരു ഷർട്ട് അടക്കം അവിടെ ഭദ്രമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. 2 കൺട്രീസിലെ കാണുന്ന അത്ര ലക്ഷറീസ് ആയിട്ടില്ലെങ്കിലും ഇതൊരുമാതിരി ഭയങ്കര സെറ്റായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ്. അങ്ങനെ ഇത് കണ്ട് ഇവനെ ഹാപ്പി ആയിട്ട് ഇരിക്കുവാണ്. ആൾക്ക് മനസ്സിലായിട്ടുണ്ട് പോർച്ചയ്ക്ക് തന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ പോർഷെ ഫുഡൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ഇവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് നിനക്ക് ഞാനൊരു ഹോംവർക്ക് തരാൻ പോവാണ്, ഒരു ലവ് സോങ് എഴുതണമെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ പ്രേമിച്ചിട്ടൊക്കെ ഉണ്ടോന്ന്. ഉണ്ട് എന്ന് ഇവനും പറയുന്നുണ്ട്. പക്ഷെ ആളുടെ സംസാരം കേൾക്കുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് ഇതുവരേക്കും ആരെയും സ്നേഹിച്ചിട്ടില്ലെന്ന്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോന്ന്. അതേ ഉണ്ട് എന്ന് പോർഷെ. അയാൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം കൈൻഡാണ്, കൂളാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നന്നായിട്ട് വായിക്കും എന്നൊക്കെ ഭയങ്കര അഡ്മയറിംഗ് ആയിട്ട് കിമ്മിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. അത് തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന് കിമ്മിനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് തന്നെ എഴുത്, അത് കേൾക്കാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഇവിടെ കിന്നിനെ നേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ പോഷ ഇരിപ്പുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം കൊള്ളാം, പക്ഷെ നിന്റെ അത്രയ്ക്കൊന്നും ഇല്ലെന്ന് കിന്ന്. അതെന്താണ് അങ്ങനെ ഒരു ടോക്ക് എന്ന് പോഷെ. മൈനർ ഫാമിലിയില് നിന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കേട്ടായിരുന്നല്ലോ, കുടിക്കാൻ ബീർ എന്നു അങ്ങനെ ഇങ്ങനെന്നൊക്കെ കേട്ടായിരുന്നല്ലോ എന്ന് നമ്മുടെ സെക്കൻഡാണെങ്കിൽ കുറച്ച് ജലസലിങ് പറയുവാണ്. അതേ ശരിയാണ്, അവര് ബോഡി ഗാർഡ്സിനെ ഫ്രണ്ട്സിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരു മിഷൻ തീർത്തതിന് ശേഷം എനിക്ക് പുതിയ ബൈക്ക് വരെ തരാന്ന് പറഞ്ഞു. അവര് ഭയങ്കര സംഭവം തന്നെയെന്ന് പറഞ്ഞുകൊണ്ടാണ് പോഷെ നിൽക്കുന്നത്. ഇതുണ്ടോ നമ്മുടെ കിന്നിനെ ഇഷ്ടപ്പെടുന്നു. അതെന്നാ നിന്നെ അവരെ ബോഡി ഗാർഡായിട്ടാണോ അതോ ഇവിടെ നല്ല വൈഫായിട്ടാണോ കൊണ്ടുപോയെന്ന് കുശുമ്പില് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നമ്മുടെ ചെക്കനാണെങ്കിൽ ചിരി. ഇതിപ്പോ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം അറിയാൻ വേണ്ടിയിട്ടാണോ അതോ ജലസ് ആയിട്ടാണോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്താണ് ആരോ ഡോറ് നോക്ക് ചെയ്യുന്നത്. വരുന്നതാണെങ്കിൽ വേഗാസ്. നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ ബോഡി ഗാർഡിനെ കൂട്ടിയിട്ട് പോക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞില്ലെങ്കിൽ ശരി ഓക്കെ സംസാരിച്ചിട്ടൊക്കെ പോരെയെന്ന് വേഗാസ് പറയുന്നുണ്ട്. കൂട്ടിയിട്ട് നോക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ നിന്റെ ബോഡി ഗാർഡാണ്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്ന് കിന്ന്. അത് കേട്ടിട്ട് പോഷന്റെ ഒരു നോട്ടമുണ്ട്. ആളവിടുന്ന് പോകുന്നുണ്ട്, മണ്ടയ്ക്ക് ഒരു അടി കൊടുത്തിട്ട് പോവായിരുന്നു. പുറത്തിരുന്ന സമയത്ത് വേഗാസ് പോഷന്റെ അടുത്ത് അത് കാര്യാക്കണ്ട, അവന് നിന്നെ ഞാന് മോഷ്ടിച്ചുണ്ടോ എന്നുള്ള പേടിയാണ്, അല്ലാതെ വേറെന്നല്ല, അവൻ പറയുന്നൊന്നും കാര്യാക്കണ്ടെന്ന് പറയുന്നുണ്ട്. അതങ്ങനൊന്നും അല്ലെന്ന് പോഷ പറയുന്നുണ്ട്. ഈ സമയത്താണ് വേഗാസ് പറയുന്നത് പണ്ട് കിന്നിന് ഒരു ബോഡി ഗാർഡിന് ഇഷ്ടമായിരുന്നു, പേര് തവാൻ എന്നാണ്. ആദ്യമൊക്കെ അവര് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പക്ഷെ പിന്നീട് കിന്നിന് സംശയം തോന്നി ആ പയ്യൻ ബാക്കി ഗ്രൂപ്പ്സിന്റെ സ്പൈ ആയിരിക്കുമെന്ന്. ഇത്രയും വേഗാസ് പറയുന്ന സമയത്ത് ഇതിന്റെ ബാക്കി പോഷ പറയുന്നുണ്ട്. അതിനുശേഷം അവര് ബ്രേക്കപ്പ് ആയി. പിന്നീട് ഒരു കോൾഡ് ആയിട്ടുള്ള സ്വഭാവമാണ് കിന്നിന്. ഇത് ഭയങ്കര ചൈൽഡിഷ് എന്ന് പറഞ്ഞ് പോഷ അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അപ്പോഴാണ് വേഗാസ് പറയുന്നത് ആ തവാൻ എന്ന് പറയുന്ന പയ്യനെ
കിന്ന് വെടിവെച്ചു എന്ന്. അതിനുശേഷം ആരെയും തന്നെ കിന്ന് വിശ്വസിച്ചിട്ടില്ലെന്ന് അതും പറഞ്ഞ് ഒരുമാതിരി ഒരു പണി കൊടുത്ത ഒരു സന്തോഷത്തില് അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ആണെങ്കിൽ ഭയങ്കര ഒരു കൺഫ്യൂഷൻ, ഒരു വിഷമമൊക്കെ. അടുത്ത സീനില് കിന്ന് റൂമിലിരുന്ന് ഭയങ്കര കാര്യമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ 2 ഫ്രണ്ട്സ് അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അവര് ചോദിക്കുമ്പം കുഴപ്പമില്ലെന്ന് കിന്ന്. നിന്റെ ഹാർട്ടാണോ അതോ ഹെൽത്ത് ആണോ എന്ന് അവര്. ലവ് തന്നെയാണ്, നീ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാതിരുന്നാ മതി. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലെന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ഉപദേശിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനെ കുറിച്ച് ഈ പറയുന്നേന്ന് കിന്ന് അതങ്ങ് സമ്മതിച്ചു കൊടുക്കാത്ത, അതായത് പോഷനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചു കൊടുക്കാത്താണ് പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് കാലമായിട്ടുള്ള ഫ്രണ്ട്സ് ആണ്, ഇതൊക്കെ എനിക്ക് നിന്റെ കണ്ണിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നീ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇതിനെ കാണണ്ട, നിന്റെ മനസ്സൊന്ന് തുറക്കുക എന്നൊക്കെ പറഞ്ഞ് അവര് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് പയ്യന്മാരൊക്കെ കൂടെ മിഷന് പോകുന്നതാണ്. ഡോണിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിഗ് വാങ്ങുന്ന ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, അയാളെ പിടിക്കുന്നുണ്ട്. വേഗാസ് വന്നിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് അയാള് പറയുന്നത്. അപ്പൊ നമ്മുടെ വേഗാസ് ആണെങ്കിൽ നൈസായിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആളുടെ ഭീഷണിപ്പെടുത്തലും സംസാരിക്കാൻ നമുക്കറിയാലോ, കുറച്ച് ടെററായിട്ടാണ്. ഇനിയിപ്പൊ താൻ ചൂസ് ചെയ്യ്, തന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ അവിടെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് വേഗാസ് കുളിച്ചിട്ടൊക്കെ വരുന്നതാണ്. ഇവിടെ പീറ്റാണെങ്കിൽ നൈസായിട്ട് ആരും കാണാണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കിന്നിന് മെസ്സേജ് അയക്കുന്നുണ്ട്. ബിഗ് വാങ് ഇവർക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഒരു ദിവസം കൂടെ ഉള്ളൂ എന്ന് കിന്ന പറയുന്നുണ്ട്. കിന്നിന്റെ കാര്യങ്ങളൊക്കെ വെഗാസിന് ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ലീക്ക് ആക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പൈ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പീറ്റിന്റെ അടുത്ത് കിന്ന പറയുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചേക്കുമ്പോഴാണ് എന്തെങ്കിലും അന്വേഷിക്കണോ എന്നൊരു സൗണ്ട് കേൾക്കുന്നത്. നോക്കുമ്പം വേഗാസ് ഫോണ് മാറ്റി ഒരു വിളിച്ച് അത് പിന്നെ വേറൊന്നല്ല, നിങ്ങളുടെ വീട് ഭയങ്കര വലുതല്ലേ, എനിക്ക് ആ വഴി മറന്നുപോയി, ഈ റൂമിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അത്രയുള്ള കാര്യം, വായോ ഞാൻ കൊണ്ടാക്കി തരാമെന്നും പറഞ്ഞ് വേഗാസ് പീറ്റിനെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ പോഷെ കിന്നിനെ വിളിക്കുന്നുണ്ട്. എന്തെടുക്കും ഉറങ്ങാറായോ എന്ന് ചോദിക്കുമ്പം അതെ ഉറങ്ങാൻ പോവാണെന്ന് കിന്ന്. എന്താ നിനക്ക് ഉറക്കാൻ വരുന്നില്ലേ, ഉറങ്ങാൻ നോക്കുന്ന് കിന്ന്. ഞാൻ ചുമ്മാ വിളിച്ചാന്നും പറഞ്ഞ് പോഷെ എന്തോ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നാളെ മിഷനില്ലേ, പെട്ടെന്ന് പോയി ഉറങ്ങാൻ നോക്ക്, നന്നായിട്ട് എനർജിയൊക്കെ കിട്ടട്ടേന്ന് കിന്ന്. ശരിക്കും നിനക്ക് എൻ്റെ അടുത്തൊന്നും പറയാനില്ലേ, കുറച്ച് സപ്പോർട്ടീവ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞുകൂടിയെന്ന് പോഷെ. നീ പോയി ഉറങ്ങാൻ നോക്കുന്ന് പറഞ്ഞ് കിന്നാണെങ്കിൽ കോളം കെട്ടിയാണ്. പോഷയ്ക്കാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. തെറിയറിയാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് അവൻ പറയുന്നതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കിന്ന് വരുന്നത്. ഇതെങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പം എസ്കേപ്പ് ആയി വന്നതാണെന്ന് കിന്ന്. നിനക്ക് വേണ്ടി എൻ്റെ അടുത്തൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഗണ്ണെടുത്ത് കൊടുക്കുന്നുണ്ട്. ആ ഗണ്ണാണെങ്കിൽ പിന്നെ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് പോകുമ്പോഴും അത് കൂടെ തന്നെ വെക്കുന്ന ഒരു ഗണ്ണാണ്. ഇത് ശരിക്കും നീ എൻ്റെ അടുത്ത് തരാൻ പോവാണോ? ഞാനിതിനെ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ എന്താക്കുന്ന് പോഷെ. കാര്യം കഴിയുമ്പോൾ നീ എനിക്കിത് തിരിച്ചു തരണം, ഗണ്ണ് മാത്രമല്ല നിന്നെയും എന്ന് കിന്ന്. പോഷെ ആ ഗണ്ണ് മേടിച്ച് നോക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരേ ഒരു ഗണ്ണ് മാത്രമല്ല ഉള്ളത് എന്ന് നിനക്ക് അറിയാലോ എന്നും പറഞ്ഞ് കിന്നാണെങ്കിൽ പോഷന്റെ കയ്യിലേക്ക് പിടിക്കാണ്. എന്നിട്ട് വേണ്ടപ്പെട്ട സ്ഥലത്തേക്ക് വെച്ചിട്ട് ഇതാണ് എൻ്റെ വേറൊരു ഗണ്ണ് എന്ന് കിന്ന്. പോഷയാണെങ്കിൽ ഈ ഗണ്ണ് ഞാൻ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു തരണമെന്ന് ചോദിക്കുകയാണ്. പിന്നെ യൂസ് ചെയ്താല് കുഴപ്പമുണ്ടാവും, അറിയണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്, ഒരു 3-4 റൗണ്ട് എന്ന് കിന്ന്. പോക്കറ്റ് പിസ്റ്റള് മാഗ്നം പിസ്റ്റൾ ആയല്ലോ എന്ന് പോഷയും മീനിങ് വെച്ച് സംസാരിക്കുന്നുണ്ട്. പയ്യന്മാരുടെ ഒരു ഫ്ലോട്ടിംഗ് ലെവലേ അല്ല, ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. എല്ലാവരും ഭയങ്കര പ്രോയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, അങ്ങനെ ഒന്ന് ഹാപ്പി ആയിട്ട് ചിരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ കിന്നിന്റെ ഫേസ് മാറുന്നുണ്ട്. അവിടെ സാഡായിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് പോഷനെ നോക്കിയിട്ട് പോഷന്റെ നെറ്റിയും കിന്നിന്റെ നെറ്റിയും കൂടെ അടുപ്പിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നെറ്റിയില് കിസ് ചെയ്യുന്നുണ്ട്. ഈ നെറ്റിയിൽ കൊടുക്കുന്ന കിസ് ബാക്കി എവിടെ കൊടുക്കുന്ന കിസിനെക്കാട്ടും ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം അതൊരു വല്ലാത്തൊരു കെയറിങ്ങും വല്ലാത്തൊരു പ്രൊട്ടക്ഷനും ഒക്കെ ആ കിട്ടുന്നാക്കും കൊടുക്കുന്നാക്കും ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് സീൻ നമ്മൾ കാണുന്നത് വേഗാസ് ഡോണിന്റെ അടുത്തേക്ക് വന്നേക്കുന്നതാണ്. ബിഗ് വാങ് എന്ത് ചെയ്യുന്ന ചോദിക്കുന്ന സമയത്ത് ഇവരും കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ അങ്ങേര് അവിടെ ചത്ത് കിടക്കുവാണ്. അപ്പോഴാണ് കാണിക്കുന്നത് നമ്മുടെ പയ്യന്മാരുടെ പ്ലാൻ എന്താണെന്ന്. പ്ലാൻ എ എന്ന് പറയുന്നത് പീറ്റും വേഗാസും കൂടെ ഡോണിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. ഡോണിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നവരെയും ഹെൽപ്പ് ചെയ്തത് ബിഗ് വാങ് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അങ്ങനെ ആ ഒരു സമ്മതവും മേടിച്ച് നമ്മുടെ പയ്യന്മാർ അവിടെയുള്ള ബോഡി ഗാർഡ്സിനെയൊക്കെ വെടിവെച്ചിടുന്നുണ്ട്. അത് മാത്രമല്ല ബിഗ് വാങ്ങിനെയും വെടിവെച്ചിടുന്നുണ്ട്. ഇവിടെ ഡോണിന്റെ അടുത്ത് വേഗാസ് പറയുന്നത് അവനൊരു ചതിയനാണ്, അവനെ ഒന്ന് നോക്കിയിട്ട് കാര്യമില്ലെന്നാണ്. ഇവിടെ വരെ ഞങ്ങളെ വരാൻ ഹെൽപ്പ് ചെയ്തത് അവനാണെന്ന്. നീയായിട്ടുള്ള ഒരു സഹാസത്തിനും ഞാനില്ല എന്നുള്ള രീതിക്കാണ് ഡോണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പവർ അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. നീ ഇത്രയും നിന്റെ ടൈം കളഞ്ഞതിന് വേണമെങ്കിൽ ഈ ഒരു ഡ്രഗ്സ് ഫുള്ളായിട്ട് കോമ്പൻസേഷൻ ആയിട്ട് തരാമെന്നും പറഞ്ഞ് വേഗാസ് ഡോണിന്റെ അടുത്ത് ഒരു ഡീലിന് പറയുന്നുണ്ട്. ശരി ഓക്കെ എന്ന് പറഞ്ഞ അയാളും കൈ കൊടുക്കുന്നു.
ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് വേഗസ് ആണെങ്കിൽ വണ്ടീന്റെ ഡോറ് തുറക്കുവാണ്. നോക്കുമ്പം നമ്മുടെ പയ്യന്മാരൊക്കെ അതിന്റെ ഉള്ളിലുണ്ട്. വെടിവെപ്പങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെ ഡോണിന്റെ ആൾക്കാരെ മൊത്തത്തിലാ വെടിവെക്കുന്നുണ്ട്, വേഗാസ് അടക്കം. ഭയങ്കരമായിട്ടുള്ള വെടിവെപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇതിനിടയ്ക്ക് പോഷന്റെ മേത്തോടെ കയറിയിട്ട് വേഗാസ് വെടിവെക്കുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് രണ്ടുപേരും തമ്മിൽ കുറച്ചു നേരം നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമാക്കുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ടുള്ളത് ഡോണ് മാത്രമാണ്. അയാൾക്കും ഒരു വെടി കൊണ്ടിട്ടുണ്ട്. വേഗാസൊക്കെ അടുത്തേക്ക് വരുന്ന സമയത്ത് ചതിയൻ അങ്ങേര് വിളിക്കുമ്പം റെസ്റ്റ് ഇൻ പീസ് എന്നും പറഞ്ഞ് ഒരു വെടി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങേരുടെ കഥയും തീർന്നു. അങ്ങനെ ഇവരുടെ മിഷൻ കഴിഞ്ഞു. പിന്നെന്ത് നടക്കാനാ, ആഘോഷമാണ്. ഡ്രിങ്ക്സ്, പാട്ട് എന്ന് അടിപൊളിയായിട്ടാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പോഷ നമ്മുടെ ടീംസിൻ്റെ കൂടെ പോകാൻ നിൽക്കുന്ന സമയത്ത് വേഗാസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പോഷേൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതാ നമുക്കൊന്ന് ഡ്രിങ്ക്സ് അടിക്കാന്ന് പറഞ്ഞിട്ട്. എന്തിനാ അവരുടെ അടുത്ത് സംസാരിച്ചത്, നമ്മളെന്തായാലും ഷൂട്ട് ചെയ്യാൻ പോവല്ലായിരുന്നോ എന്ന് പോഷെ ചോദിക്കുന്ന സമയത്ത് അത് കാരണം ഞാൻ കിന്നിനെ പോലെ അല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് എൻ്റെ ടീമിനെ വിശ്വാസമാണ്, നിനക്ക് എൻ്റെ അടുത്തുള്ളത് പോലെ തന്നെയെന്ന് വേഗാസ് പറയുന്നുണ്ട്. അതിന് നമ്മൾ ആദ്യമായിട്ടല്ലേ വർക്ക് ചെയ്യുന്നതെന്ന് പോഷെ. ചില സമയത്ത് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന വേഗാസ്. ഇതും കേട്ട് പോഷെ ഭയങ്കരമായിട്ട് ഇംപ്രസീവ് ആയിട്ട് നിൽക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കുണ്ട് അവിടെ പീറ്റ് കിന്നിനെ വിളിക്കുവാണ്. അവര് പരസ്പരം കണ്ണിലേക്ക് നോക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ കിന്നെന്തോ ചോദിക്കുന്നുണ്ട്, അത് നമ്മളെ കേൾപ്പിക്കുന്നില്ല. അറിയത്തില്ലെന്നാണ് അതിന് പീറ്റ് റിപ്ലൈ കൊടുക്കുന്നത്. പോഷയെ കുറിച്ച് ഷൈ ആണെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് വേഗാസ് ഉണ്ട് പോഷേന്റെ അടുത്ത്, നീ എൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്യുന്ന പറയാണ്. നിനക്ക് ഫ്രീഡം, എന്ത് വേണേലും നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ബീച്ചില് ബാറ് തുടങ്ങണമെങ്കിൽ പോലും അതും നടക്കുന്ന പറയുന്നുണ്ട്. എനിക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എങ്ങനെ അറിയാന്ന് പോഷെ ചോദിക്കുമ്പം എനിക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളെക്കുറിച്ച് എനിക്ക് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടാവത്തില്ലെന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ വേഗാസ് പിന്നെയും പറയുന്നുണ്ട്, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കുന്നു. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അടിക്കാന്ന് പറഞ്ഞ് പോഷന്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. ഇതും നമ്മുടെ പീറ്റ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹിന്നിന്റെ അടുത്ത് നിന്ന് റെസ്പോൺസ് ഒന്നുമില്ല. നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയെന്ന്. പിന്നെ നമ്മൾ നോക്കുമ്പം പാർട്ടിയൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കാണ്. പോഷയാണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വൈബ് ചെയ്തുകൊണ്ടിരിക്കാണ്. അവനാണെങ്കിൽ അവനേക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഈ സമയത്താണ് വേഗാസ് വന്നിട്ട് എൻ്റെ മീതേക്ക് കുറച്ച് ഡ്രിങ്ക്സ് ഒഴിക്കുന്നത്. ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നു. ആ കുറച്ചേരി ഇരിക്കാന്ന് പറഞ്ഞ് പോഷനെ കൂട്ടിയിട്ട് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവ പറയുന്നുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന്. എന്നാലും നീ വായോ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടുമാണ്. അപ്പോഴാണ് നമ്മുടെ പീറ്റും കണ്ണാടിയും കൂടെ പോഷനെ ശ്രദ്ധിക്കുന്നത്. നോക്കുമ്പോൾ കാണുന്നില്ല. പോഷനെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ട് വേഗാസ് ടീഷർട്ട് ഊരുന്നുണ്ട്. എന്നിട്ട് അത് തുടച്ചു കൊടുക്കുകയാണ്. ഒരുമാതിരി ഒരു നോട്ടം നോക്കിയിട്ട് കിസ് ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കിസ് ചെയ്യുന്നില്ല. പക്ഷെ തുടങ്ങുമ്പോഴേക്കും തന്നെ പോഷെ വേഗാസിനെ തടയുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കിന്നും ബാക്കിയുള്ളവരും കൂടെ വരുന്നത്. വേഗാസിനെ പിടിച്ച് മാറ്റിയിട്ട് ഒറ്റ ഒരെണ്ണം അങ്ങ് കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം തോക്ക് ചൂണ്ടിയേക്കുവാണ്. എൻ്റെ കയ്യിൽ റിങ് ഉണ്ട്, വരേക്ക് ഇവിടുന്ന് പോന്ന് കിന്ന ഭയങ്കര ദേഷ്യത്തില് പറയുന്നുണ്ട്. ദേഷ്യത്തില് വേഗാസ് ഓർന്ന് പോകുന്നു. കിന്ന എല്ലാവരും ഇവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് പോഷേൻ്റെ അടുത്ത് എന്തോ നീ കാണിച്ചുകൊണ്ട് നീന്ന് ചോദിക്കുന്നുണ്ട്. ചള്ളക്ക് ചെറുതായിട്ടൊന്ന് അടിച്ചിട്ട് പിന്നെയും ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് പോഷെ അവനെ തള്ളി മാറ്റുന്നു. നീ അല്ലെങ്കിലും എന്നെ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല, നിന്റെ എക്സിനെ വെടിവെച്ച് കണക്ക് എന്നെ അങ്ങ് വെടിവെച്ചേക്കുന്ന് പോഷെ. കുറച്ചേരം സൈലന്റ് ആയിട്ട് നിന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് കിന്നു പറയുന്നുണ്ട്, നീ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും ഈസിയാണെന്ന്. ചള്ളക്ക് എന്നെ ഒരെണ്ണം കൊടുത്തിട്ട് നിന്നെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് പോഷെ അവിടുന്ന് പോവാൻ നിൽക്കുമ്പം കിന്നവനെ പിടിച്ചു വെക്കുന്നുണ്ട്. പോഷെ അവന്റെ കൈ വെടിവെച്ചിട്ട് പോവാൻ നോക്കുന്നുണ്ടെങ്കിലും കിന്ന വിടുന്നില്ല. അങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കുന്നുണ്ട്. പോഷെ അടങ്ങാതെ തന്നെ നിൽക്കുന്നു. പോഷന്റെ മേത്തേക്ക് കുറച്ചു നേരം ചാരി നിന്നിട്ട് കിന്ന സോറി ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ രണ്ടുപേരും കൂടെ റൊമാൻസിലാണ്. ഉയ്യോ, സംഭവം ചെറുതായിട്ടേ ഉള്ളെങ്കിലും ഭയങ്കര ഹോട്ടായിരുന്നു. വല്ലാത്തൊരു സീൻ തന്നെ. അങ്ങനെ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കുറച്ച് സ്നേഹത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്.